അങ്ങനെ ടാറ്റയുടെ പടക്കുതിര അങ്ങനെ എല്ലാ ഷോറൂംസിലും വന്നിരിക്കുകയാണ്. ടാറ്റയുടെ ഓൾട്രോസിന്റെ റേസർ എഡിഷൻ. നിങ്ങൾ കുറച്ച് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ വാഹനത്തിന്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ആരാധകനായിട്ട് മാറും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. നമുക്കത് കേട്ടതിന് ശേഷം നമുക്ക് വാഹനത്തിന്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. അനീഷ് ബ്രോ, നമ്മുടെ വാഹനം ഒന്ന് ഓണാക്കി ഒന്ന് കേൾപ്പിച്ച്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പൈ ഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം മോട്ടോഴ്സിലാണുള്ളത്. നമ്മുടെ ഇവിടെ ഉള്ളത് ടാറ്റയുടെ ഏറ്റവും പുതിയ ഓൾട്രോസ് റേസർ എഡിഷനാണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് പെർഫോമൻസിന് വേണ്ടി മാത്രം ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. സാധാരണ ഇപ്പം നിലവിൽ ഇതൊരു ഹാച്ച് ബാക്ക് ആയിട്ട് വരുന്നൊരു വാഹനമാണ്. ഈ ഹാച്ചിൽ ഹോട്ട് ഹാച്ച് എന്നാണ് പറയുന്നത്. അതായത് പെർഫോമൻസ് വാഹനങ്ങളെ ഹോട്ട് ഹാച്ച് എന്നാണ് പറയുന്നത്. ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഇപ്പം നമുക്ക് i20 ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കോമ്പീറ്റർ ആയിട്ടുള്ളത്. i20യുടെ N-line നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ വാഹനം ഓടിച്ചവർക്കറിയാം അതിന് ത്രില്ല് എന്താണെന്നുള്ളത്. അപ്പം അതിൻ്റെ മേലെ പെർഫോമൻസുമായിട്ട് ടാറ്റ ഒരു പുതിയ വാഹനമായിട്ട് വന്നിരിക്കുകയാണ്. അത് ഈ ഓൾട്രോസിൻ്റെ റേസർ എഡിഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് റേസർ എഡിഷൻ നമുക്ക് കിട്ടുന്നത് ശരിക്കും 3 വേരിയൻറ്റിലാണ്, R1, R2, R3. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ R2 ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കിൽ തന്നെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ഓൾട്രോസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓൾട്രോസിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി, പ്രത്യേകിച്ച് പവർ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എഡിഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം 3 കളേഴ്സിലാണ് വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പരസ്യങ്ങൾ കണ്ടപ്പോൾ ഓറഞ്ച് കളറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കളറിലൊന്നാണ് ഗ്രേ എന്ന് പറയുന്നത്. ഇത് കൂടാതെ വൈറ്റ് ആണ്, ഡ്യുവൽ ടോണിലാണ് എല്ലാം വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. ശ്രീരാമൻ ഒരു അണ്ണാനെ എടുത്ത് കയ്യിൽ വെച്ച് മുകളിൽ ഇങ്ങനെ തടവിയപ്പോഴാണ് അതിന് മുകളിൽ വര വന്നതെന്ന് പറഞ്ഞതുപോലെ ഈ വാഹനത്തിൻ്റെ മുകളിലും ഒരു റേസിംഗ് ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും മുകളിൽ ഒരു ചെക്കേർഡ് ഫ്ലാഗും വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ റോഡിൽ കൂടെ ഒരു ഓൾട്രോസ് വരുന്ന സമയത്ത് അതിൻ്റെ ബോണറ്റിന് മുകളിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ടെങ്കിൽ അത് റേസർ എഡിഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൂടാതെ തന്നെ സൈഡിൽ കുറച്ച് ബാഡ്ജിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓൾട്രോസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 2019 ഈ വാഹനം വരുന്നത്. 5 സ്റ്റാർ റേറ്റിംഗോടുകൂടി വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അന്ന് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രതാപ് ബോസ് ആണ്. അപ്പം അദ്ദേഹം ഈ വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കട്ടുകളും കർവുകളും ലുക്കുകളും ഒക്കെ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ വാഹനം വരുന്ന സമയത്ത് ഈ വാഹനത്തിന് 85 PS ഉള്ളൊരു എഞ്ചിനായിരുന്നു. 113 Nm ടോർക്കായിരുന്നു വാഹനം ഡെലിവറി ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു. കാരണം വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഒരു പവർ സഫീഷ്യൻ്റ് അല്ല, വാഹനം അതുപോലെ കയറ്റങ്ങൾ വലിക്കാതൊക്കെ വരും എന്നൊക്കെ ഉള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പിന്നീട് ടാറ്റ ആ കാര്യങ്ങൾ പഠിക്കുകയും 109 PS 140 Nm ടോർക്കിലേക്കും വാഹനം മാറ്റിയതിന് ശേഷമാണ് അത്യാവശ്യം നല്ല പെർഫോമൻസിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇതൊരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. റിവേർട്രോൺ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ നെക്സോണിലിരിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കമ്പനികൾക്കും ഇങ്ങനെ ഒരു പെർഫോമൻസ് എഡിഷൻ വാഹനങ്ങൾ മിക്കപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇപ്പം മിക്ക ബ്രാൻഡ്സിനും പ്രീമിയം ബ്രാൻഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു പെർഫോമൻസ് എഡിഷൻ ഉണ്ട്. നിലവിൽ ഇന്ത്യയിൽ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് i20 മാത്രമാണ് ഇതിനുള്ളത്. പിന്നെ ഇതിന് തൊട്ട് മുകളിലുള്ള ഒരു SUV ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് വെന്യുവിൻ്റെ N-line നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം F1 റേസർ ആയിരിക്കുന്ന നരൈൻ കാർത്തികേയൻ, അദ്ദേഹമാണ് ഇതിന് കുറേ ഇൻപുട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹമാണ് ഫസ്റ്റായിട്ട് ഈ വാഹനം ഓടിച്ചത്. അതിൻ്റെ വീഡിയോസൊക്കെ ഇൻ്റർനെറ്റിൽ ഭയങ്കര വൈറലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഏറ്റവും ബാക്കിലായിട്ട് അവിടെ ഒരു റേസിംഗ് സ്യൂട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പടം അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം പുതിയ ഈ ഒരു റേസർ എഡിഷനിലേക്ക് വന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് പോവാണ്. നമുക്ക് ഓൺ റോഡിലേക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ വന്നിട്ടില്ല. കാരണം വളരെ ഷോർട്ടേജാണ് വാഹനം കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചകളിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പെർഫോമൻസ് എനിക്കും നേരിട്ട് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ റേസർ എഡിഷനിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് ഈ 2 ലൈൻസാണ്. ഇപ്പോൾ റേസർ എഡിഷന് വരുമ്പോൾ ഈ ലൈൻസ് മസ്റ്റായിട്ടുണ്ടാവും. അപ്പം ലൈൻസ് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡിഷന് ഒരു 6 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വാഹനത്തിനകത്തുള്ളൂ. ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. കാരണം നിങ്ങളെല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമെന്ന് പറയുന്നത് എപ്പോഴും മാനുവൽ ആയിട്ടുള്ള വാഹനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലഷർ നിലനിർത്താൻ വേണ്ടിയാണ് ഇതിനൊരു മാനുവൽ ആയിട്ടുള്ള ഒരു ഗിയർ സിസ്റ്റം മാത്രം കൊടുത്തിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് ക്ലോസ്ലി നോക്കാം. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും
കാര്യമായിട്ട് ഫ്രണ്ടിൽ നിന്ന് വരാനില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം പുതിയ ഒരു എംബ്ലം ലോഗോ ആണ്. പുതിയ എംബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറയുന്നത് ഒരു വേറൊരു ഫിനിഷിലായിരുന്നു. ഇപ്പോൾ ഒരു സാറ്റിൻ ഫിനിഷിലാണ് വരുന്നത്, ടാറ്റയുടെ ലോഗോ വരുന്നത്. അപ്പോൾ ആ ലോഗോ നമുക്കിവിടെ കാണാം. പിന്നെ ലൈറ്റിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഒരു DR ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ റേസിംഗ് എഡിഷന് വേണ്ടിയുള്ള റേസർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ്. ഒരു ചെക്കേർഡ് ഫ്ലാഗും ഒരു ലോഗോയും വരുന്ന ഒരു റേസിംഗ് എഡിഷൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് ഓൾട്രോസിനകത്തൊക്കെ നമുക്ക് പീക്കോക്കിൻ്റെ ഒരു ഈസ്റ്റർ എഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരുടെ എല്ലാ വാഹനങ്ങളിനകത്തും ഈസ്റ്റർ എഗ് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഫോറസ്റ്റിൻ്റെ കൺസർവേഷൻ്റെ കാര്യങ്ങൾ ഓർപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു അടയാളത്തിൻ്റെ ഭാഗമായിട്ടാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത്, ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും മിറേഴ്സിനടിയിലെല്ലാം ആ ക്യാമറാസിനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ എക്സലൻറ്റ് ക്വാളിറ്റിയുള്ള ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ഈ വാഹനത്തിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അകത്ത് കയറുന്ന സമയത്ത് കാണിക്കാം. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അഡീഷണലി ഒരു സ്കേർട്ടിംഗ് ഉണ്ട്. നേരത്തെ ഒരു ഓൾട്രോസിന് ഇങ്ങനെ ഒരു സ്കേർട്ടിംഗ് ഈ വാഹനത്തിനകത്തില്ല, പക്ഷേ ഈ വാഹനത്തിനകത്ത് സ്കേർട്ടിംഗ് പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ്സിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പുതിയ ടൈപ്പായിട്ട് ബ്ലാക്ക് ആൻഡ് ആയിട്ട് വരുന്ന ഒരു അലോയ്സാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിലെ ഡ്രം ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പതുക്കെ റൂഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ റൂഫിൽ നിന്ന് നിങ്ങൾ അവിടെ നോക്കിയാൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഈ ലൈൻസ് എൻഡ് ചെയ്യുന്നിടത്ത് കണ്ട ഒരു ചെക്കേർഡ് ഫ്ലാഗ് ആണ് അവിടെ വരുന്നത് കേട്ടോ. നിങ്ങൾ ഈ സ്പോർട്സ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പോർട്സ് വാഹനങ്ങളുടെയൊക്കെ ഡിസൈനിലാണ് അങ്ങനെ വരുന്നത്, ചെക്കേർഡ് ഫ്ലാഗ് വരുന്നത്. അപ്പോൾ ഈ ചെക്കേർഡ് ഫ്ലാഗ് ഉപയോഗിച്ചിട്ടാണുള്ള വാഹനങ്ങൾ നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റേസിങ്ങിൻ്റെ ഒരു അടയാളമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്പോയിലറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള സ്പോയിലർ. നേരത്തെ ഇരിക്കുന്ന വാഹനത്തെക്കാളും കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തിയാണ് ഈ സ്പോയിലേഴ്സ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ iTurbo Plus എന്നുള്ളത് നമുക്ക് കാണാം. നേരത്തെ നമുക്ക് വാഹനത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ iTurbo, അതായത് വാഹനത്തിൻ്റെ പവർ കൂട്ടിയതിന് ശേഷം ഒരു iTurbo നമുക്ക് ഉണ്ടായിരുന്നു, ഒരു പെട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് iTurbo Plus ആണ് വരുന്നത് വാഹനത്തിനകത്ത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞ് പകുതി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 120 PS അതുപോലെ തന്നെ 170 Nm ടോർക്കും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എഞ്ചിനുള്ളത്. നെക്സോണിൻ്റെ എഞ്ചിൻ അതേപോലെ തന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഔട്ടറിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് പക്ക ഡാർക്ക് തീമാണ്. നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആ റേസിംഗ് എഡിഷൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ സ്ട്രൈപ്സ് ഒക്കെ നോക്കിക്കേണ്ട, വൈറ്റ് ആൻഡ് ഓറഞ്ച് സ്ട്രൈപ്സ് നമുക്ക് കാണാം. സീറ്റ്സ് എന്ന് പറയുമ്പോൾ ലെതറിറ്റായിട്ട് വരുന്ന സീറ്റുകളാണ് വരുന്നത്. അപ്പം ഈ സീറ്റ്സ് എന്ന് പറയുമ്പം ഒരു റേസിംഗ് ടൈപ്പ് സീറ്റ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഓറഞ്ച് കളറുള്ള സ്ട്രൈപ്സ് ഒക്കെ വളരെ ഭംഗിയാണ് കാണുക എന്നുള്ളത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക്, അതായത് നമുക്ക് R3ലേക്ക് വരുന്ന സമയത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഡോർ ട്രിമിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹർമാനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് തന്നെ പ്രത്യേകത ഉണ്ട്, 4 സ്പീക്കറുകൾ, 4 ട്യൂട്ടറുകൾ, ഒരു സബ്വൂഫർ. ഇത്തരത്തിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അസാധ്യ ക്വാളിറ്റിയാണെന്ന് പറയാം. ഇനി നമുക്ക് വാഹനത്തിനകത്തേക്ക് കയറുന്ന ശേഷം മറ്റുള്ള വിശേഷങ്ങൾ പറയാം. ഈ റേസർ എഡിഷൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് ആൻഡ് ട്രിമാണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ടോപ്പ് ആൻഡ് ട്രിംസിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് അത്യാവശ്യം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഔട്ടറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വൈപ്പേഴ്സ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ്, ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന വലിയ ക്ലസ്റ്ററാണ് വരുന്നത്. 26.03 വരുന്ന ഒരു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, ഹർമാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ ബെസൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻസിനൊക്കെയാണ് ഈ പറയുന്ന സാധനത്തിന് ബെസൽസ് എന്ന് പറയുന്നത്. എല്ലാം ഓറഞ്ച് കളറുള്ള ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് വരുന്നതും ഓറഞ്ച് ആണ് കേട്ടോ. അതുപോലെ ഈ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് സ്റ്റിയറിങ്ങിനെ കൂടി ചെയ്ത് പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം വരുന്ന സ്റ്റിയറിംഗ് ആണ് വരുന്നത്. AC-യുടെ വെൻസിലൊക്കെ നമുക്ക് ആ ഒരു ഓറഞ്ച് ആയിട്ട് വരുന്ന ബെസൽസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങൾ അത് ഇലിമിനേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ഒക്കെ അല്ലേ, ആ സ്റ്റിയറിംഗ് കൂടെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പം ഈ ഒരു വാഹനത്തിന് ഈ വശത്തേക്ക് വരുവാണെങ്കിൽ ഈ പാനൽസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്, ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഇവിടെയാണ് AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിനകത്ത് അഡീഷണൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതായത് വണ്ടി നല്ല വെയിലത്ത് കിടക്കും, പെട്ടെന്ന് വാഹനം തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വാഹനം ഓൺ ആക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടോ ഈ ഡോറ് താഴ്ന്നു വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് ഫുൾ സ്പീഡിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, വളരെ കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെയാണ് ഇതിൻ്റെ സ്പീഡ് കയറി വന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്കിത് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ആകും, കൂളിംഗ് ആയി കഴിയുമ്പോൾ കട്ട് ഓഫ് ആകും. പക്ഷേ വാതിൽ നമ്മൾ ഈ പറയുന്ന ഈ വിൻഡോ നമ്മൾ തന്നെ നമ്മൾ പൊക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്താണ്ട് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. സാധാരണ ഓൾട്രോസിലേക്ക് വരുന്ന സമയത്ത് ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടില്ല എന്നൊരു ന്യൂനതയാണെങ്കിലും ഒരു സ്പോർട്ടി ആയിട്ട് ഓടിക്കണമെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ഇങ്ങേ അറ്റത്ത് ഏറ്റവും ബാക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ റിവേഴ്സ് നമ്മൾ ഇടുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാം. അത് പല രീതിയിലൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു 360 ഡിഗ്രി ക്യാമറയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് 6 എയർ ബാഗുകളും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ IR കണക്ടിവിറ്റി ഉണ്ട്, സീറ്റ് വെന്റിലേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വാഹനത്തിൻ്റെ റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു IR ബീം കാണാം. ഇത് ഓട്ടോ IR ബീം അല്ല, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിന് അത് ഓട്ടോ ഡീം കൊടുക്കാമായിരുന്നു അല്ലേ. ഇത് ഇത്ര സ്പീഡായിട്ട് പോകുന്ന വാഹനമൊക്കെ ആകുമ്പോൾ നോർമലി അതും കൂടെ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തില്ലെങ്കിൽ നന്നായിരുന്നേനെ. പിന്നെ ഈ വാഹനത്തിനകത്ത് ഒരു സൺറൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൺറൂഫൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വലിയ ആഡംബരമല്ലാതെ മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും സൺറൂഫിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ പോലും ഓൾട്രോസിൽ സൺറൂഫ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ഈ പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണെന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സ്വിച്ചസും എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ റേസർ എഡിഷനിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സീറ്റ്സ് എല്ലാം ലെതററ്റാന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് തന്നെയാണ്, പ്രത്യേകിച്ച് ബ്ലാക്ക് തീമിൽ വരുന്ന ഈ ലെതററ്റ്സ് കാണാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ അത്യാവശ്യം തൈ സപ്പോർട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാലും കാണാം. ലെഗിനാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല. അതായത് ഇത് റേസിങ്ങിനുള്ള വണ്ടി വേഗത്തിൽ പോകുന്നത് കൊണ്ടും ഇവിടെ സ്പിൽ ചെയ്യുന്ന ലിക്വിഡ്സ് ഒന്നും വെക്കണ്ടെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്ക് ചാരിയിരിക്കാനുള്ള 2 ഹെഡ് റെസ്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് റൂം ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹെഡ് റൂം ഒരല്പം കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ ഡിഫറൻ്റ്ലി ട്യൂൺഡാണ്. വളരെ വേഗത്തിൽ ഓടുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലോ സ്പീഡിൽ പോകുന്ന സമയത്ത് സസ്പെൻഷൻ കുറച്ച് കട്ടിയായിരിക്കും. കാരണം ഇത് കുറച്ച് സ്പീഡ് കൂടുതൽ ഓടിക്കുന്ന സമയത്ത് സസ്പെൻഷൻ ഹാർഡാകുന്ന എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ സംബന്ധിച്ച് വരുമ്പോൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് അത് കുറച്ചുകൂടെ റിജിഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ കൺട്രോൾ കിട്ടും. അതായത് സാധാരണ നമ്മുടെ ഒരു ഓൾട്രോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേസിങ്ങിന് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പോകുന്നതിന് സഹായകരമാകുന്ന കുറേ ഫാക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോർമലി ഉള്ള ഒരു കാർ യൂസറിനേക്കാളും കൂടുതൽ ഒരു വണ്ടി ഭ്രാന്തനായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടാനായിട്ട് പോകുന്നവർ. ഇത് റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പടക്കുതിര, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു വാഹനത്തിൻ്റെ 120 PS 170 Nm ടോർക്കും ഉണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ട് പോകുന്നൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 900 RPM തന്നെ ഇതിൻ്റെ ടർബോ കിക്കിൻ ചെയ്യുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഈ പറയുന്ന എൻജിൻ സ്പേസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറഞ്ഞാൽ 345 ലിറ്ററാണ്. അതിപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയാം. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വാഹനങ്ങളൊന്നാണ് ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൊച്ചു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന വലിയ ഹൃദയം നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സോണിൽ ഉള്ള അതേ എഞ്ചിനെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 1.2 ലിറ്ററാണ് വരുന്നത്, റിവോട്രോണാണ് വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിനും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 1299 cc 3 സിലിണ്ടറാണ് വരുന്നത്. അതുപോലെ 120 PS 170 Nm ടോർക്കുമാണ് വാഹനം ഡെലിവറി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് പറഞ്ഞാൽ ഓൾട്രോസിന് ഏകദേശം 14, 15, 16 ഒക്കെയാണ് ഓൾട്രോസിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിന് ശരിക്കും മൈലേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ പെർഫോമൻസിനായിട്ട് വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈലേജിൻ്റെ ഫിഗേഴ്സ് നോക്കിയിട്ട് കാര്യമില്ലെന്നുള്ളതാണ്. എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഇതൊരു 12, 13 ഒക്കെ നമുക്ക് കിട്ടേണ്ടതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വേഗമായിട്ടുള്ള പ്രതീക്ഷ. കാരണം ഇത് എവിടെയും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ RPM ഹൈയിലൊക്കെ നമ്മൾ ഓടിക്കുന്ന വാഹനമായതുകൊണ്ട് ഇതിൻ്റെ സർവീസ് സ്ട്രക്ചർ 7500 വേണം ഈ ഒരു വാഹനം നമുക്ക് സർവീസ് ചെയ്യേണ്ടത്. നമുക്ക് ഓൾറെഡി പറഞ്ഞ് 3 കളേഴ്സേ ഉള്ളൂ. 3 കളറിൽ അതുപോലെ തന്നെ നമുക്ക് 3 വേരിയൻസിലാണ് കിട്ടുന്നത്. വലിയ വ്യത്യാസങ്ങൾ വേരിയൻറ്റ് തമ്മിൽ ഇല്ല. ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സീറ്റിൻ്റെ വെന്റിലേഷൻ IR കണക്ടിവിറ്റിയാണ് വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ഈ സെക്കൻഡ് വേരിയൻറ്റ് പോലെ 360 ഡിഗ്രി ക്യാമറയുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 10.5 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം ഈ 3 വേരിയൻസിനെ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ എല്ലാ ഷോറൂംസിലും ഈ വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളുള്ള ട്രിവാൻഡ്രം മോട്ടോഴ്സിലാണ് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവുകൾക്ക് അടുത്ത ദിവസം തന്നെ റെഡിയാവും. ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിൽ കിട്ടിയിട്ട് വേണം ഇതൊന്ന് പൊളിച്ചടുക്കി ഓടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.